ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള അനദർ ബുക്ക് മാർക്ക്. നമ്മൾ ബുക്ക് മാർക്സ് ഇങ്ങനെ ഓൾറെഡി ഒരു 5 സെൻറ്റിമീറ്റർ വിത്തിലും ലോങ്, നമ്മുടെ പേജിൻ്റെ ലോങ് എത്രയാണ് അത്രയും വീതിയിൽ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഈ ഒരു പോർഷനിലാണ്. ഞാൻ ഫസ്റ്റ് സ്കൈ ബ്ലൂ കളർ സ്കെച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. സ്കെച്ച് എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ സ്കെയിലെടുത്തു. എന്നിട്ട് ഈ നമ്മൾ വരയ്ക്കുന്നില്ലേ അതിനൊന്ന് നമ്മുടെ ബുക്ക് മാർക്കിനൊരു ബോർഡർ കൊടുക്കുകയാണ്. നാല് സൈഡും ഞാൻ ബോർഡർ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ താഴെ കണ്ടോ, താഴെയും വരച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഞാൻ ഇത്രയും വരച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാർട്ടിലാണ്. ആ പാർട്ടിൽ ഞാൻ ഇങ്ങനെ 3 ആർച്ചിട്ട് കൊടുക്കും. ഇനി ത്രൂ ഔട്ട് ഇങ്ങനെ ആർച്ചുകൾ ഞാൻ ഫുൾ ഇതിനകത്തേക്ക് ലെങ്ത്തിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡൂഡിൽ ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു വേരിയൻ്റാണ് ഈ ബുക്ക് മാർക്സ്. ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇനിയുള്ള പെയിൻറ്റിങ്സിന് നിങ്ങളെ ഹാൻഡ് കറക്റ്റ് ആവും. അതിനാണ് ഞാൻ ഇങ്ങനത്തെ കുറേ ആർട്ട് വർക്ക്സ് തരുന്നത്. സോ നമ്മൾ ജാനുവരി 1 മുതൽ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പെയിൻറ്റിങ്ങിലോട്ട് കിടക്കണം. അപ്പം നമ്മൾ അതുവരെ ഞാൻ ഇനി മാക്സിമം ഡെയിലി ഇടുന്നുണ്ടാവും. നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ചുണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷെ ജസ്റ്റ് നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ ഹാൻഡ് എല്ലാം ഒന്ന് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് പ്രാക്ടീസാണ്. ഇവൻച്വലി കംപ്ലീറ്റ് ചെയ്താൽ മതിയാവും. ഇവിടെ എത്തുമ്പോൾ കുറച്ച് ചെറുതാവും ചിലതെല്ലാം, ബട്ട് ദറ്റ്സ് ടോട്ടലി ഫൈൻ. അല്ലോ, നമ്മളിപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ അതേ കളറിലുള്ള പെന്നെടുത്തിട്ടുണ്ട്. പെന്നെടുത്തിട്ട് ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ സെൻറ്റർ മാർക്ക് ചെയ്യും. 3 എണ്ണമാണെങ്കിൽ 3 എണ്ണത്തിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യും. ഈ സെൻറ്ററിൽ നിന്ന് ഞാനിങ്ങനെ ചെറിയ ചെറിയ ലൈൻസ് കൊടുത്തു. ഇനി ഞാൻ അടുത്തത് ഇതിനാണ് കൊടുക്കുന്നത്. നടുവിലത്തത് ഞാൻ വിട്ടിട്ടുണ്ട്. ഇതെല്ലാം ഫ്രീ ഹാൻഡിൽ ചെയ്യണം കേട്ടോ. ആരും സ്കെയിലൊന്നും യൂസ് ചെയ്തിട്ട് വരയ്ക്കരുത്. ഇനി അടുത്തത് ഞാൻ ഈ നടുവിലത്തെയാണ് യൂസ് ചെയ്യുന്നത്. നന്നായി. ഇനിയിപ്പോൾ നെക്സ്റ്റ് ലെയറിൽ നമ്മൾ എല്ലാം 3 ആയതുകൊണ്ട് നമുക്കൊരു കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം സെയിം ആക്ഷൻ തന്നെയാണ് ത്രൂ ഔട്ട് നമ്മൾ ഇടുന്നത്. സോ ഐ എം ജസ്റ്റ് ഗോണ കംപ്ലീറ്റ് ഇറ്റ്. ഓൾറൈറ്റ്.
ഇതിപ്പോൾ ഞാൻ ബ്ലൂവിൽ ചെയ്തേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ പെന്നും സ്കെച്ചും ഏതൊക്കെ കളറുണ്ടോ ആ കളേഴ്സൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ റെഡാണ് നിങ്ങളുടെ കയ്യിൽ പെന്നുണ്ട് എന്നാൽ അതേ കളർ സ്കെച്ചും ഉണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദാറ്റ്. അല്ല നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് ആണുള്ളത് അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ ആണുള്ളത്, എനിത്തിങ് നിങ്ങളുടെ കയ്യിൽ ഒരു കളറിൻ്റെ തന്നെ സ്കെച്ചും പെന്നും ഉണ്ടാവും. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഇത്രയും വരച്ചു കഴിഞ്ഞു. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ബേസിക് സ്റ്റെപ്പായിട്ട് ചെയ്യാനുള്ളത്. ഇത്രയും വരച്ച് വിടുക എന്നുള്ളതാണ്. അതായത് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സ്പേസൊക്കെ വരയ്ക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഇത് ഫില്ലായി കഴിയാനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു 2 എണ്ണം കൂടെ ഉണ്ടാവും. കണ്ടോ, നമ്മൾ ഇങ്ങനെ വരുന്ന ഒരു പ്രിൻ്റഡ്, ഒരു 2 ഡബിൾ പ്രിൻ്റ് വരുന്ന ഒരു ബുക്ക് മാർക്കാണ് അപ്പോൾ ഇന്ന് ചെയ്തത്. ഇനി നാളെ നമ്മൾ വേറെ ടൈപ്പ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക, പക്ഷെ നമ്മളിപ്പോൾ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ചെയ്തല്ലേ, അതിൽ ഇതൊരു വേരിയൻ്റ് ആയിട്ട് കണക്കാക്കിയാൽ മതി.